സമീപകാലത്ത് മണിച്ചേട്ടനെ വേദികളിൽ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ള, അതിൻ്റെ ഒരു ഈണവും താളവും മീറ്ററിങ്ങും ഒക്കെ ഏറ്റവും കൃത്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കലാകാരൻ മണിച്ചേട്ടൻ തന്നെ. ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുകരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് എന്ന് പറഞ്ഞ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു കലാകാരൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരവും പ്രകടനവും നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തോട് സംസാരിക്കാം. ഓർമ്മയിലെന്നും കലാഭവമണി എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജു ചാലക്കുടി. കൊയിലൂതണ് ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. ഓരമ്മാമി കൊയിലൂതണ് ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും മാറ്റി വാട്ടി വെച്ച് ഇതങ്ങനെ, കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും മാറ്റി വാട്ടി വെച്ചിട്ടങ്ങനെ ഇല്ലി പള്ളിൻ്റെ കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര. ഇല്ലി പള്ളിൻ്റെ കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര. രഞ്ജു നമസ്കാരം. നമസ്കാരം. രഞ്ജു മണിച്ചേട്ടന്റെ മുന്നിൽ മണിച്ചേട്ടനെ അവതരിപ്പിച്ചിട്ടില്ലേ? ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയാറ്? വലിയ ഭാഗ്യമാണ് അത്. ഒരു 14-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ അതിരപ്പള്ളിയിൽ പെരിങ്ങൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനോടനുബന്ധിച്ചൊരു പ്രമുഖ ചാനലിൽ പ്രസിദ്ധേച്ചിയുടെ കെയർ ഓഫിൽ പ്രസിദ്ധേച്ചി എനിക്കൊരു അവസരം അതിലൂടെ കിട്ടി. അങ്ങനെ മണിച്ചേട്ടനെ ആദ്യം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ഒരു അവസരം ഞാൻ പലതവണ ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കുന്നൊരു രീതി എനിക്കുണ്ട്, അന്നേ ഉണ്ട്. അപ്പോൾ ചേട്ടാ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ പിന്നാലെ നിൽക്കും. അപ്പം അദ്ദേഹം പാടിക്കാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഞാൻ ഈ മാങ്ങക്കറിയും താളിച്ചോട്ടെ അപ്പൊ ആളങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയി പോയി. വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താ മണിച്ചേട്ടൻ അവിടെ പ്രത്യക്ഷമായിട്ട് മൈക്കിലൂടെ എൻ്റെ പോലെ പാടുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം ആ പ്രോഗ്രാമായിരുന്നു. അവിടെ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ കുറച്ച് പാട്ടുകൾ പാടാൻ എനിക്ക് അവസരം കിട്ടി. അതിനുശേഷം വിയൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റി. അല്ല, അന്നും മണിച്ചേട്ടന്റെ പാട്ടുകളാണോ പാടുന്നത്? മണിച്ചേട്ടൻ്റെ പാട്ടും അല്ലാത്ത പാട്ടുകൾ നാടൻ. ഞാൻ സിംഗറായിരുന്നു, സിംഗറാണ്. പക്ഷെ ഞാൻ അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ പാടുന്ന സമയത്ത് ഈ നാടൻ പാട്ടിന്റെ ശൈലിയിൽ ഇപ്പോൾ ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആദി പറഞ്ഞ മുത്തപ്പന്മാരൊക്കെ പാടുമ്പോ ആദി പറഞ്ഞ മുത്തപ്പന്മാരേ, ഇത് മണിച്ചേട്ടൻ പാടുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതിനകത്ത് ഒരു വ്യത്യാസം വരും, കുറച്ച് സ്കെയിലൊക്കെ കയറും. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ കോരമമ്മി ആയാലും ഇപ്പൊ പാടി പാട്ടാണെങ്കിലും കൊച്ചിന്നച്ചൻ ചത്തോണ്ടല്ല ഈ സാധനം കൂടുതലാ. അപ്പൊ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യലുണ്ട്.